നല്ല സെഷനായിരുന്നു. ഇറ്റ് വാസ് ബിയോണ്ട് എക്സ്പെക്റ്റേഷൻ. ഞാൻ ഡോക്ടർ അഖില മാമിൻ്റെ വലിയൊരു ഫാനാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ജോലിക്കൊക്കെ പോകുമ്പോൾ ഹെഡ്സെറ്റ് വെച്ചിട്ട് മാമിൻ്റെ വീഡിയോസൊക്കെ കേട്ടിട്ടാണ് പോകുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ലത ടീച്ചർ പറഞ്ഞത് ഡോക്ടർ അഖില വിനോദ് ഇവിടെ വരുന്നുണ്ട് എന്നും. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് ഒട്ടും തന്നെ ബോറടിപ്പിക്കുകയാണ്. സത്യം പറഞ്ഞാൽ മതിയായില്ല സെഷൻസ് കേട്ടിട്ട്. അപ്പം ഡോക്ടർ അഖില വിനോദിന് എല്ലാവിധ ആശംസകളും മാഡത്തിൻ്റെ ടീമിനും എല്ലാം. പ്രത്യേകിച്ചും ലത ടീച്ചറിനോട് വളരെയധികം നന്ദിയുണ്ട് ഇങ്ങനെ ഒരു സെഷൻ അറേഞ്ച് ചെയ്യാൻ പറ്റിയതിൽ. താങ്ക് യു സോ മച്ച്. വളരെയധികം റിലാക്സ്ഡ് ആയിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. ഒരു 1 hour സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം പോയതേ അറിഞ്ഞിട്ടില്ല. അത്ര നന്നായിട്ട് നല്ല സെഷനായിരുന്നു. മതിയായില്ല. അപ്പം ഇനിയും കൂടുതൽ സെഷൻസ് ഇതുപോലെ അറേഞ്ച് ചെയ്യാൻ പറ്റട്ടെ. ഞങ്ങളൊക്കെ ഒത്തിരി ആഗ്രഹിച്ചതാണ് ഡോക്ടറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന്. നല്ലായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും അടിപൊളിയായിരുന്നു. പിന്നെ ഡോക്ടർ നമ്മുടെ സ്ട്രെസ്സൊക്കെ മാറ്റി തന്നു. നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടി. ഇനിയും ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പക്ഷെ എന്താണോ ആഗ്രഹിച്ചു വന്നത് ആ ഒരു മാം നേരത്തെ പറഞ്ഞ പോലെ ഈ അമ്പലത്തിന്റെ ഒരു ഓറയിൽ വന്നിട്ട് ക്ലാസ് എടുത്തോണ്ടോ എന്താണെന്നറിയില്ല, എനിക്ക് കുറച്ച് കാര്യങ്ങള് ഉത്തരം കിട്ടണമായിരുന്നു. കറക്റ്റ് ആ കാര്യങ്ങൾക്ക് തന്നെ ഉത്തരം കിട്ടി. അതായത് പെട്ടെന്ന് നമുക്ക് ഒരു സൊല്യൂഷൻ, ക്വിക്ക് സൊല്യൂഷൻസ്. അപ്പൊ അത് ആ ഒരു 2-3 കാര്യങ്ങള് ശരിക്കും അതെനിക്ക് സത്യം പറയിച്ചാൽ ഭയങ്കര ഒരു അത്ഭുതം പോലെ തോന്നി. എന്തായാലും എല്ലാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മാമിനെയും പിന്നെ ഞങ്ങളുടെ ടീച്ചർ ലത ടീച്ചറുടെ കാര്യം പ്രത്യേകം എടുത്ത് പറയണം. അപ്പോൾ ഡോക്ടർ അഖില വിനോദിനും യോഗാശ്രമത്തിനും എല്ലാ നല്ലതും വരട്ടെ. എല്ലാവർക്കും ഇത് കൂടുതൽ സ്പ്രെഡ് ചെയ്ത് തരാൻ പറ്റട്ടെ. താങ്ക് യു. ഇന്ന് സൺഷൈൻ്റെ ഒരു ക്ഷണം അനുസരിച്ചിട്ട് എനിക്കിവിടെ വന്ന് നമ്മളുടെ ലതാജി വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്നതാണ്, എന്നെ വിളിക്കുന്നതാണ്. പക്ഷെ ഒരിക്കലും എനിക്കത് സാധിക്കാറില്ല. പക്ഷെ ഇന്ന് നമ്മളത് ചെയ്തു. അപ്പോൾ ആളുടെ സ്റ്റുഡൻസാണ്. നമുക്ക് നല്ല രീതിയിലുള്ളൊരു എന്താ പറയണേ, നല്ല രീതിയിലുള്ള റെസ്പോൺസും അതുപോലെ ഇവരെല്ലാവരെയും ലതാജി നല്ല അസലായിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടത് കുറച്ചൊരു ആങ്സൈറ്റി, പാനിക് അറ്റാക്കിനെയൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ മെഡിക്കൽ വശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കണമെന്ന് ലതാജി പറഞ്ഞതുകൊണ്ട് ഞാനിവിടെ വന്ന് ഇവർക്ക് പലർക്കും സംസാരിക്കണം എന്നുണ്ട്. പക്ഷേ ചെറിയ ചമ്മൽ കൊണ്ട് ഇവർ പറയാതിരിക്കുന്നതാണ്. പക്ഷേ അവരുടെ ആ മുഖത്തുള്ള ആ ഒരു സന്തോഷവും ഒക്കെ കാണുമ്പോൾ നമുക്ക് കൂടുതൽ ചെയ്തു കൊടുക്കാനും അല്ലെങ്കിൽ ഈ ഒരു പോപ്പുലേഷനിൽ എത്രത്തോളം സ്ത്രീകൾ ഈ പറഞ്ഞ പോലെ ആങ്സൈറ്റിയും പാനിക് അറ്റാക്കിൻ്റെ ഒക്കെ മൂല കാരണം എന്താണെന്ന് അവർക്കറിയില്ല, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല പലപ്പോഴും. അപ്പം അതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങൾ 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് ഈ ജനങ്ങളോട് പറയാനുള്ളത്. സ്ത്രീകൾ എപ്പോഴും 3 ലെവൽ ഓഫ് ലൈഫ്, അതായത് അവരുടെ പ്യൂബർട്ടി, ഡെലിവറി, മെനോപോസ്, ഈ സമയങ്ങളിലൊക്കെ അവർ ഭയങ്കര ഒരു ആങ്സൈറ്റിയിലൂടെയും അതുപോലെ തന്നെ ഡിപ്രഷനിലൂടെ പോകുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഹെൽത്ത് കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ മെഡിക്കൽ മെഷേഴ്സൊക്കെ മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ചില ഹെൽത്ത് ടോക്കുകളിൽ, വർക്ക്ഷോപ്സിൽ അവർ ഭാഗമാവുക. ഡെയിലി യോഗ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അവർക്ക് അവരുടെ ഫാമിലിയിൽ അവർക്കൊരു നല്ല അമ്മയാവാൻ സാധിക്കട്ടെ, അവർക്ക് നല്ല ഭാര്യയാവാൻ സാധിക്കട്ടെ, അതുപോലെ അവർക്ക് നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഹൃദയത്തിൽ നിന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും